ആസ്ഥാനമായ സെന്റ് ഗ്രിഗോറിയസ് ഓർത്തഡോക്സ് ചർച്ച് സിൽവർ ജൂബിലിയുടെ നിറവിൽ സിനിമ, ടെലിവിഷൻ താരങ്ങൾ പങ്കെടുത്ത നക്ഷത്രരാവ് എന്ന നൃത്ത സംഗീത ഹാസ്യ പരിപാടി ആഘോഷ പരിപാടികൾക്ക് തിളക്കം കൊടുത്തു. Celebration of the Silver Jubilee of Saint Gregorius Orthodox Syrian Church, Panvel. നവംബർ 6 രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഓർത്തഡോക്സ് സഭ മുംബൈ ഭദ്രാസനാധിപൻ അഭിവന്ദ്യ ഗീവർഗീസ് മാർ കുറിലോസ് തിരുമേനി പതാക ഉയർത്തിയതോടുകൂടി ഒരാഴ്ച നീണ്ടുനിന്ന ആഘോഷങ്ങൾക്ക് തുടക്കമായി. ഈ പ്രദേശത്ത് വന്നു വസിച്ചിരുന്ന ഓർത്തഡോക്സായിട്ടുള്ള വിശ്വാസികൾക്ക് ആരാധനയ്ക്ക് സൗകര്യമില്ലാതെ വേദനിച്ചിരുന്ന ഒരു നാളുണ്ട്. ഒരു പുരോഹിതനെ സ്ഥിരമായിട്ട് കാണാനോ ആരാധന പങ്കെടുക്കുവാനോ സാധിക്കാത്ത സാഹചര്യമുണ്ടായി. 1991 ഒക്ടോബർ മുതൽ ഇവിടെ ആരാധന ആരംഭിക്കുകയും വന്നിയ ലാസറസ് അച്ഛൻ ആദ്യത്തെ ചുമതലക്കാരനായിട്ട് ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും അന്ന് മുതൽ വളരെ അനുഗ്രഹമായിട്ട് ഇടവക വളരുകയും ശ്രമിക്കുകയും 1991 ഒക്ടോബർ 17 ആദ്യമായി വിശുദ്ധ കുർബാന അർപ്പിച്ച് തുടക്കം കുറിച്ച പള്ളി ആത്മീയതയോടൊപ്പം സാമൂഹിക പ്രവർത്തനങ്ങൾക്കും മുൻഗണന നൽകുന്നു. സോഷ്യൽ പ്രവർത്തനമുണ്ട്, രോഗികളെ സന്ദർശിക്കാൻ പോകും, അശരണായിട്ടുള്ളവരെ സഹായിക്കാൻ, അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ ഞങ്ങൾ പോകും. ഞങ്ങളെ കഴിയാവുന്ന സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. പരിശുദ്ധ പരിമല തിരുമേനിയുടെ നാമധേയത്തിലുള്ള സെന്റ് ഗ്രിഗോറിയസ് പള്ളി ഇന്ന് നാനാജാതി മതസ്ഥരുടെയും അഭയസ്ഥാനമാണ്. 1991 ഒക്ടോബർ മാസത്തിൽ ഒരു പ്രാർത്ഥനയോഗം ആരംഭിക്കുകയും ആ പ്രാർത്ഥനയോഗം വിശ്വാസികളുടെ എണ്ണങ്ങൾ കൂടി വന്ന് നല്ലൊരു കോൺഗ്രിഗേഷനായി മാറി. നവംബർ 12 ശനിയാഴ്ച നെരൂൾ, കലമ്പുലി, സിബിഡി, രസായനി എന്നിവിടങ്ങളിൽ നിന്ന് ഭക്തി നിർഭരമായ റാസ പള്ളിയിലെത്തി. ആയിരക്കണക്കിന് വിശ്വാസികളാണ് ഈ റാസയിൽ അണിനിരുന്നത്. വൈകിട്ട് റാസ നെരൂളിൽ നിന്നും കലമ്പുള്ളി പള്ളിയിൽ നിന്നും വരും. അവർക്ക് തുടർന്ന് പള്ളിയിലെ മുൻ വികാരിമാരെ ആദരിക്കലും വാഴ്വ് ശുശ്രൂഷയും നടന്നു. 13-ാം തീയതി നടന്ന സാംസ്കാരിക സമ്മേളനത്തിലും കലാപരിപാടിയും ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. MS വർഗീസ് കോറപ്പിസ്കോപ്പ സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ മുംബൈ ഭദ്രാസനാധിപൻ ഗീവർഗീസ് മാർ കുറിലോസ് തിരുമേനി മുഖ്യപ്രഭാഷണം നടത്തി. മുൻ MLA ആയ വിജയ് പാട്ടീൽ, മുൻ മുനിസിപ്പൽ ചെയർമാൻ സന്ദീപ് പാട്ടീൽ, റവറന്റ് ഫാദർ പോൾ, ട്രസ്റ്റി CE ചാക്കോ, സെക്രട്ടറി ജോബ് മാത്യു, വിജിയൻ ജുവലേഴ്സ് ഡയറക്ടർ ശ്രീകല ഓമനക്കുട്ടൻ, ചാക്കോ തോമസ് എന്നിവർ പങ്കെടുത്തു. തുടർന്ന് നക്ഷത്ര സന്ധ്യ എന്ന കലാവിരുന്നും അരങ്ങേറി. ോളം കലാകാരന്മാരാണ് ഈ പ്രോഗ്രാമിൽ സംബന്ധിക്കുന്നത്. ഒരു അവാർഡ് ദാന ചടങ്ങുകളൊക്കെ നമ്മൾ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ വീക്ഷിക്കാറുണ്ടെങ്കിലും അതിന്റെ അതേ അറ്റ്മോസ്ഫിയർ തന്നെയാണ് ഞങ്ങൾ ഈ പ്രോഗ്രാം എല്ലാം സെറ്റ് ചെയ്തത്. കലാഭവൻ നവാസും രഞ്ജിനി ജോസും ചേർന്ന് നയിച്ച സംഗീത നിശ ആസ്വാദക മനസ്സുകളിൽ ഹൃദയരാഗങ്ങളുടെ തമ്പുരു ഉണർത്തി. എല്ലാവരും നല്ലൊരു പ്രോഗ്രാം കാഴ്ചവെച്ചു എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞങ്ങൾ എല്ലാവരും.
എന്തായാലും. വാർഷികം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു പിറന്നാൾ ആഘോഷം പോലെയാണത്. ഇത് ഒരുപാട് തിരക്കൾ വിനോദ് കോവൂരും സുരഭിയും സുമേഷ് ചന്ദ്രനും ചേർന്നൊരുക്കിയ ഹാസ്യ പരിപാടി മുംബൈ മലയാളികളിൽ ചിരിയുടെ വർണ്ണമഴ വിരിയിച്ചു. എങ്ങോട്ടാ പോണേ? അല്ല പത്തു എങ്ങോട്ടാ പോണേ? അതല്ല ഗംഗ ഗംഗ എടുക്കാ പോണേ? ഗംഗ എടുക്കാ പോണല്ല. ഗംഗെ നീ ഇപ്പൊ എവിടെ പോണു? ഗംഗേ ഇപ്പൊ എവിടെ പോന്ന്? നമ്മൾ പറഞ്ഞില്ലായിരുന്നോ അല്ലിക്ക് ആഭരണം എടുക്കാൻ ഇന്ന് പോകുന്നീ? അതിലേക്ക് പോണ്ട. നമ്മൾ നകുലേട്ടനോട് പറഞ്ഞല്ലോ ആഭരണം എടുക്കാൻ നമ്മൾ ഇന്നും പോകുന്നീ. നകുലേട്ടനോ? ഞാൻ സുരേഷ് ഗോപി അല്ലേ? മൂസിക്കയ്യ നകുലേനെന്ന് പറയുന്ന സുരേഷ് ഗോപിന്റെ ആ സിനിമയിലത്തെ പേരാണ്. ഒന്നുകൂടി പറഞ്ഞോ. ചോദിച്ചൊന്നുകൂടി. ഗംഗേ എടുക്കാ പോണേ? ഞാൻ അല്ലിക്ക് ആഭരണം എടുക്കാൻ ഇന്ന് പോവുകയാണ്. അതിലേക്ക് പോണ്ട. നമ്മൾ നകുലേട്ടനോട് പറഞ്ഞാണല്ലോ ഒന്ന് പോകുന്നീ. മാണ്ടാന്ന് പറഞ്ഞ മാണ്ട. മാണ്ടാന്നൊന്നും പറഞ്ഞില്ല എന്റെ മൂസക്കായി. മാണ്ട മാണ്ട ജഡ്ജസ് മുന്നിൽ കുത്തിരിക്കും. വേണ്ട വേണ്ട ഇജ്ജ് പോണ്ട. എന്താ നമ്മൾ പോയാലി? പോണ്ടാന്ന് പറഞ്ഞില്ലേ? എന്തൊക്കെ പോയാലി? അന്നോടൊന്ന് പോണ്ടാന്ന് പറഞ്ഞേ. വിടമാട്ടേ. അപ്പൊ നീ എന്നെ ഇങ്ങ നിന്നും എങ്കയും പോക വിടമാട്ടേ? അയോഗ്യനായി ഇന്നേക്ക് ദുർഗാഷ്ടമി അന്നെ കൊന്നി എന്റെ രക്തത്തെ കുടിച്ച് ഓങ്കാര നടനമാടുവേ. നകുലേട്ടാ നമ്മൾ പന്തേട്ടാ പറഞ്ഞേ കസാലക്ക് എടുത്ത് പൊന്തിച്ച് സിനിമയിലോള് കട്ടിലെടുത്ത് പൊക്കണേ. നമ്മൾ അന്നപ്പോ ഒരു കസാരെങ്കിലും എടുത്ത് പൊക്കണ്ടേ. കലാഭവൻ മണി അനശ്വരമാക്കിയ ഗാനങ്ങൾക്ക് പുതുജീവൻ നൽകി കലാഭവൻ നവാസ് പ്രേക്ഷകരുടെ പ്രീതി നേടി. ഫൈൻ സ്റ്റൈൽ ആൻഡ് ഡ്രീംസ് എന്ന ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയുടെ പ്രഥമ സംരംഭമായിരുന്നു ഈ നൃത്ത സംഗീത ഹാസ്യവിരുന്ന്. ഒരു ഇടവേളയ്ക്ക്